അതിലെ അനിയത്തിയുടെ കാര്യമൊക്കെ പറയാണ്. മറുവ എന്നാണ് അവളുടെ പേര്. ഞാനും അവളും കൂടെ ഒരു സമയത്തും ചേർത്തില്ല. അവൾക്ക് ഉമ്മയുടെ ഒരു സ്വഭാവമാണ്, സൈലൻ്റാണ്, എല്ലാം സഹിച്ച് നിൽക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ സൗത്തും അവൾ നോർത്തുമാണ്. ഞങ്ങളിവിടെ ഭയങ്കര തല്ലാണ് രണ്ടുപേരും കൂടി. ഞാൻ ഒരു സമയത്തും അവളോട് സ്നേഹമായിട്ട് പെരുമാറത്തില്ലെന്നുള്ള ഒരു രീതിയാണ് അവളെ ഞാൻ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ അവൾക്കത് ഇഷ്ടമല്ല. അനുമോള് പറയുന്നുണ്ട് അങ്ങനെയുള്ള സിസ്റ്റേഴ്സാണ് സ്നേഹമുള്ളത്, ഉള്ളിലാണ് സ്നേഹം, പുറമേ കാണിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അവളുടെ നല്ലതിന് വേണ്ടിയില്ലേ നീ അവളെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ചേച്ചി അങ്ങനെ തന്നെയെന്ന് പറയുന്നു. ഞാൻ അവളുടെ മുടിക്കൊക്കെ പിടിച്ച് വലിക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവളെ വഴക്ക് പറയും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും, അവൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവൾ അറിഞ്ഞത്. പക്ഷെ അവളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 3 വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെന്നും ആദില പറയുന്നുണ്ട്. അൻമോൾ പറയുന്നുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ എപ്പോഴും വഴക്കാണ്, എപ്പോഴും തല്ല്, ബെൽറ്റിനടിക്കും, ഡ്രസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും അടിക്കുകയൊക്കെ ചെയ്യും. ഒട്ടും സ്നേഹമില്ലാത്ത കണക്ക് ഞങ്ങൾ പെരുമാറും. പക്ഷേ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി കേട്ട് നിൽക്കത്തില്ല, സഹിക്കത്തില്ല, അപ്പോഴേ തിരിച്ച് പ്രതികരിക്കും. അങ്ങനെയാണ്. ഞാനും ചേച്ചിയും കൂടെ ഒരു സമയവും സ്നേഹമായിട്ടിരിക്കത്തില്ല. എയർപോർട്ടിലൊക്കെ വന്നിട്ട് പോവുകയാണെങ്കിൽ അവളെനിക്കൊരു ഉമ്മ കൂടി തന്നതായിട്ട് എനിക്കൊരു ഓർമ്മ പോലുമില്ല. അമ്മയ്ക്കും കൊടുക്കത്തില്ല. എനിക്ക് മാത്രമല്ല, ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻറ്റുകൾ തൻ്റെ സിബ്ലിങ്സുമായിട്ട് ഒരു മാച്ച് ഉള്ളതായിട്ട് അതിൽ പറയുന്നുണ്ട്. ആര്യൻ്റെ ചില സമയത്തുള്ള ആ നോട്ടവും കണ്ണും അതൊക്കെ എൻ്റെ ചെറുതുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ചാവുന്നുണ്ട്. അതേപോലെയാണ് നിവിന്. എപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരാളുടെ ഓർമ്മകളോ ഒന്നും പങ്കുവെക്കാതെ അടുത്തൊരു സാധനം ഇരിപ്പുണ്ട് നൂറ്. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻസും ഇല്ല നൂറയ്ക്ക്. വീട്ടിലുള്ളവരെ പറ്റി പറയാനും ഒന്നുമില്ല. പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് ഇവളുടെ അനിയത്തിയെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ബീപ്പ് സൗണ്ടാണ് ലൈവിൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൽ കുറച്ചൊക്കെ ഫാമിലിയുടെ അറ്റാച്ച് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, എല്ലാവരെയും പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ നൂറയ്ക്ക് അങ്ങനെ ഒന്നുമില്ല.